ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫിംഗർ പ്രിന്റ് അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരുന്നു പ്രതിയെ മജിസ്ട്രേറ്റിനു മുൻപിൽ ഹാജരാക്കിയത്. 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീതു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ കരിക്കകം സ്വദേശിയായ ജ്യോത്സ്യൻ പ്രദീപ് എന്ന ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിന്റെ ആത്മീയ ഗുരുവായിരുന്നു ദേവിദാസൻ. കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ആഭിചാരക്രിയയോ മറ്റോ ഉണ്ടോ എന്ന സംശയം ഉടലെടുത്തിരുന്നു. എന്നാൽ മരണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണെന്നും എല്ലാവരും അന്വേഷണ പരിധിയിൽ തന്നെയാണെന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ്. ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിന്റെ സഹായം ആവശ്യമുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ശ്രീതുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയോ ദേവേദാസിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിനെ പറ്റിയോ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും മൂത്ത സഹോദരിയെയും സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ശ്രീതുവിനെതിരെ ഭർത്താവ് ശ്രീജിത്തും കുട്ടിയുടെ മുത്തച്ഛനും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണത്തിൽ ശ്രീതുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതി ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതിയുടെ ഫിംഗർ പ്രിന്റും ശേഖരിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.